സോ വെൽക്കം ബാക്ക് ഗൈസ്. പ്ലാനറ്റ് ആപ്പിൾ വീക്ക്ലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ച് വളരെ തിരക്കേറിയ ഒരു മാസമായിരുന്നു കഴിഞ്ഞു പോയ സെപ്റ്റംബർ മാസം. പുതിയ ഐഫോൺ, ധാരാളം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇങ്ങനെയുള്ള വളരെ ബിസി സ്കെഡ്യൂളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒക്ടോബറായി. ഒക്ടോബർ ഇപ്പം മിഡിലാണ് നമ്മൾ. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ഒക്ടോബറിൽ ആപ്പിളിൻ്റെ ഓരോ ഇവൻറ്റുകൾ, അതായത് ആപ്പിളിൻ്റെ മാക്ക് അല്ലെങ്കിൽ ഐപാഡിൻ്റെ ഒക്കെ റിലീസിനെ പറ്റിയുള്ള ഇവൻറ്റുകളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. ഇതുവരെ ഈ ഒരു ഒക്ടോബർ ഇവൻറ്റിനെ പറ്റി യാതൊരു അപ്ഡേറ്റ്സും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ഒരു ഇവൻറ്റ് നടക്കോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കറക്റ്റ് കാര്യം പറയാൻ സാധിക്കുന്നത് ബ്ലൂംബർഗിലെ മാർക്ക് ഗ്രൂമൻ ആണ്. സോ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഈ മാസം നടക്കാൻ പോകുന്ന ഇവൻറ്റിനെ പറ്റി യാതൊരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. പക്ഷേ മാർക്ക് ഗ്രൂമൻ നേരത്തെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ടൈമിൽ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ വീക്കിൽ ആപ്പിൾ ലോഞ്ച് ചെയ്തു. അതാണ് ഐപാഡ് മിനി 7th ജനറേഷൻ. സോ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മെയിൻ ഐപാഡ് എന്ന് പറയുന്നത് ഐപാഡ് മിനി 6th ജനറേഷൻ ആണ്. 2021 ഐപാഡ് മിനി 6 ആപ്പിൾ ലോഞ്ച് ചെയ്തത്. അതായത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഐഫോൺ 13 സീരീസ് ലോഞ്ച് ചെയ്ത ടൈമിൽ. സോ ആ ഒരു ഐഫോൺ 13 പ്രോ നമ്മൾ അൺബോക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഐപാഡ് മിനി 6th ജനറേഷൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിവ്യൂ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല. ഐപാഡ് ലൈനപ്പിൽ തന്നെ ഏറ്റവും ഹാൻഡി ആയിട്ടുള്ള ഐപാഡ് ഏതാണെന്ന് ചോദിച്ചാൽ, ഹാൻഡി മാത്രമല്ല പവർഫുള്ളുമാണ്. കാരണം A15 ആ ടൈമിൽ ഇറങ്ങിയ ഏറ്റവും ടോപ്പ് പ്രോസസ്സറാണ് A15 എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് റിലീസ് ചെയ്ത മിനി 7 ആണെങ്കിലും ഐഫോൺ 15 പ്രോയിൽ വന്നിരുന്ന A17 പ്രോ ചിപ്പാണ് ആപ്പിൾ ഐപാഡ് മിനി 7th ജനറേഷനിലും കൊടുത്തേക്കുന്നത്. എക്സെപ്റ്റ് അതൊരു ബിൽഡ് വേർഷനാണ്. അതായത് 6 കോറുള്ള GPU കോറിൽ ഒരു കോറ് കുറച്ച് 5 കോറുള്ള GPU കോറാണ് ആപ്പിൾ ഐപാഡ് മിനി 7th ജനറേഷനിൽ കൊണ്ടുവന്നേക്കുന്നത്. A17 പ്രോ ലഭിച്ചതുകൊണ്ട് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. കാരണം 8 GB RAM ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, സെയിം പ്രൈസ്, കഴിഞ്ഞ വർഷത്തെ സെയിം പ്രൈസ് തന്നെയാണ് ഈ പ്രാവശ്യം ഐപാഡ് മിനി 7th ജനറേഷൻ കൊടുത്തേക്കുന്നത്. 64 GB ആയിരുന്നു ബേസ് സ്റ്റോറേജ്. അതിപ്പോൾ മാറ്റി ആപ്പിൾ 128 GB സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ലുക്കിലോ ഡിസൈനിലോ ഭാവത്തിലോ ഷേപ്പിലോ ഒന്നും യാതൊരു വ്യത്യാസവും കൊടുത്തിട്ടില്ല. സെയിം 500 നിറ്റ്സിൻ്റെ LCD ഡിസ്പ്ലേ തന്നെയാണ് ആപ്പിൾ കൊടുത്തേക്കുന്നത്. ഒരു ഫ്ലാഷ് ഉണ്ട്, ക്യാമറ ഉണ്ട്, ടച്ച് ID ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ഇതിൻ്റെ USB പോർട്ടാണ്. 5 GB ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡുള്ള ആ ഒരു USB-ന്ന് 10 GB USB 3.1 USB പോർട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട ഒരു കാര്യം ജെലി സ്ക്രോളിംഗ് ആണ്. മിനി 6-ന് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് നമ്മൾ പെട്ടെന്ന് കാണുമോ വിസിബിളോ ഒന്നും ആകത്തില്ല. വളരെ സൂക്ഷിച്ച് ഇതിനു വേണ്ടി തന്നെ നോക്കിയാൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഈ ഒരു ഐപാഡിനെ പറ്റി പറയുമ്പോൾ വളരെ ഹാൻഡി ആയിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് ഈ ഐപാഡ് കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഫോണിനേക്കാൾ കുറച്ചും കൂടെ ലാർജറായിട്ടുള്ള, നമുക്കൊരു കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഡിവൈസാണ്. പവർഫുൾ ആയിട്ടുള്ള ഡിവൈസാണ്. വെറുതെ ഒരു ഷോ ഓഫിനുള്ള ഒരു റെക്റ്റാങ്കിൾ പെട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. വളരെ പവർഫുള്ളാണ്. വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാം, ഫോട്ടോ എഡിറ്റിങ്, ഈവൻ ഡ്രോയിങ്, സ്കെച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഫോം ഫാക്ടർ, നിങ്ങൾക്ക് ഈ ചെറിയ ഫോം ഫാക്ടറാണ് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ണും പൂട്ടിപ്പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ഐപാഡ് മിനി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ള ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ പേ ലോഞ്ച് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. യെറ്റ് ഇന്ത്യയിലുള്ള ആപ്പിൾ യൂസേഴ്സിന് ഇതുവരെ ആപ്പിൾ പേ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഫീച്ചർ ഇതുവരെ ഇവിടെ റോൾ ഔട്ട് ആയിട്ടില്ല. സോ ആപ്പിൾ പേ ലോഞ്ച് ചെയ്ത സമയത്ത് US-ലും പിന്നെ കാനഡയിലും മാത്രമേ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് UK, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഈവൻ ഗൾഫ് കൺട്രീസിൽ പോലും. നമുക്കറിയാം ഗൾഫിൽ ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. കാരണം അവരെല്ലാം ഡേ ടു ഡേ ലൈഫിൽ ഇത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫ്രീഡം അനുഭവിക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ എത്ര ഹാൻഡിയാണ്. കാരണം കാർഡോ ഒന്നും ക്യാരി ചെയ്യാതെ ഈവൻ ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കും. സോ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ലക്ഷറിയാണ്. ഇറ്റ്സ് എ ലക്ഷറി. തീർച്ചയായിട്ടും ടെക്നോളജി പരമായി നോക്കുമ്പോൾ പല രാജ്യങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇതെല്ലാം പോട്ടെ, ഏറ്റവും കൂടുതൽ അപ്കമിങ് ആയിട്ടുള്ള മാർക്കറ്റുള്ള, ആപ്പിളിന് വലിയൊരു മാർക്കറ്റുള്ള രാജ്യമാണ് ഇന്ത്യ. റീസെൻ്റ്ലി നടന്ന 16 ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ കണ്ടു കാണും, ആപ്പിളിൻ്റെ സാക്കറ്റിലുള്ളതും അതുപോലെ തന്നെ BKCയിലുള്ള സ്റ്റോറുകളുടെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ വലിയ നീണ്ട നിര ക്യൂ കണ്ടായിരുന്നു. സോ ആ വീഡിയോകൾ സൂചിപ്പിക്കുന്ന ഇത് തന്നെയാണ്, ആപ്പിളിന് മറ്റുള്ള രാജ്യങ്ങളിലുള്ള അതേ രീതിയിലുള്ള സ്വീകരണം നമ്മുടെ ഇന്ത്യയിലും ലഭിക്കുന്നുണ്ട്. അതിനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി, വലിയൊരു മാർക്കറ്റാണ് ആപ്പിളിന് ഇവിടെ ഉള്ളത്. പക്ഷേ എന്നിട്ടും ആപ്പിൾ പേ ഇന്ത്യയിൽ വന്നിട്ടില്ല. അതിൻ്റെ റീസൺസ് ഞാൻ കുറച്ച് പറയാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് റെഗുലേഷൻ അനുസരിച്ച് ഈ നടത്തുന്ന പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഡേറ്റാസ് മൊത്തവും ലോക്കലി സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ആപ്പിൾ അങ്ങനെ ചെയ്യുന്നൊരു കമ്പനിയല്ല.
കാരണം ആപ്പിൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഓൺ ഡിവൈസ് പ്രോസസ്സ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കിവിടെ ഉള്ള നിയമം അത് അനുശാസിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിൽ കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ആ ഇഷ്യൂസ് സോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്, അത് വലിയ സംഭവങ്ങളല്ല, പക്ഷേ സോർട്ട് ചെയ്തെടുക്കാം. ഇനി ചർച്ചകളോ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രോബ്ലം ആയിരുന്നു. അതായത് ആപ്പിൾ പേ വർക്ക് ചെയ്യുന്നത് ബയോമെട്രിക്കിലാണ്. അതായത് നമ്മളുടെ ആപ്പിൾ വാച്ചിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഫോണിൽ നിന്ന് അത് കൺഫേം ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ബയോമെട്രിക്, അതായത് ഫേസ് ID ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടച്ച് ID ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മളത് കൺഫേം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഒത്തൻറ്റിക്കേഷൻ നടക്കുന്ന പേയ്മെൻറ്റിൻ്റെ ഒത്തൻറ്റിക്കേഷൻ. എന്നാൽ നമുക്കറിയാം UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് 6 അല്ലെങ്കിൽ 4 ഡിജിറ്റിൻ്റെ UPI പിൻ സെറ്റ് ചെയ്തിട്ട് ആ പിന്നാണ് നമ്മൾ ഓരോ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ്റെ സമയത്തും എൻ്റർ ചെയ്യുന്നത്. സോ ആ ഒരു നിയമം ഒരു ഊരാക്കുടുക്കായിട്ട് നിൽക്കുമായിരുന്നു. ആപ്പിൾ അങ്ങനെ ചെയ്യത്തില്ല. ആപ്പിൾ പിൻ അടിച്ചിട്ടില്ല. ഈ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പിൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് നമ്മൾ NFC ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുന്നത്, ബയോമെട്രിക് ഉപയോഗിച്ച് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ആപ്പിൾ പേ, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്നാൽ വളരെ റീസെൻ്റ്ലി തന്നെ UPI ഈ പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. അതായത് ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ ഇനി മുതൽ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ, നിയർ ഫ്യൂച്ചറിൽ തന്നെ UPIയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനൊരു മാറ്റം കറൻ്റ്ലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം അറിയാൻ സാധിച്ചൊരു കാര്യം, ആപ്പിൾ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടും പല ബാങ്കുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. അതിന് ഇതുവരെ യാതൊരു അപ്ഡേറ്റ്സോ തീരുമാനങ്ങളോ ഒന്നും പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ആപ്പിളിൻ്റെ ഈ ഒരു 10 വർഷത്തെ ആനിവേഴ്സറി വരുമ്പോഴെങ്കിലും ഇന്ത്യയിൽ ആപ്പിൾ പേ അനൗൺസ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും കണ്ടില്ല. എനിവേ, താമസിക്കാതെ ഇതിനൊരു ഉത്തരം അല്ലെങ്കിൽ ഇതിനൊരു കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നീട് iOS 18 ഐഫോൺ യൂസേഴ്സിന് ലഭിച്ച 2-3 പ്രധാനപ്പെട്ട ചേഞ്ചുകളായിരുന്നു T9 ഡയലിങ്, കോൾ റെക്കോർഡിങ് പോലുള്ള കാര്യങ്ങൾ. എന്നാൽ അതിനോടൊപ്പം തന്നെ കോളർ ID വേരിഫിക്കേഷൻ അല്ലെങ്കിൽ കോളർ IDയുടെ ആ ഒരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ iOS 18 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് കാണാനും സാധിക്കും. ട്രൂ കോളർ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, കോളുകൾ വരുമ്പോൾ സ്പാം കോൾ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ കോൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ലൈവായിട്ട് ആ കോളർ ID അറിയാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ട്രൂ കോളർ iOSൽ ഐഫോണിൽ യൂസ് ചെയ്യുമ്പം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കറൻ്റ്ലി ട്രൂ കോളർ ആ ഒരു ഫംഗ്ഷനാലിറ്റി എനേബിൾ ചെയ്യുന്നതിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ട്രൂ കോളറിൻ്റെ വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പല iPhone 16 സീരീസ്, അതിപ്പം 16, 16 Plus, 16 Pro, 16 Pro Max ഇത്രയും ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന പല ആളുകളുടെയും മേജറായിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ കംപ്ലയിൻറ്റുകളിലൊന്നാണ് ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് ഒട്ടും നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അത് iOS 18 ആയിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ iOS 18.0.1. സോ ഇത് ഞാൻ ഉപയോഗിക്കുന്ന 16 Proയുടെ ലാസ്റ്റ് 24 hours, ലാസ്റ്റ് 10 days സ്റ്റാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് നല്ല രീതിയിലുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ബാറ്ററി ലൈഫ് നല്ല പക്കായിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ ലിസ്റ്റിലുള്ള മറ്റൊരു കംപ്ലയിൻ്റ് ആണ് 16 Pro ഡിവൈസുകൾക്ക് ഡിവൈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റീസ്റ്റാർട്ട് ആവുന്നു, യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഫ്രോസൺ ആവുന്നു, നമുക്ക് ടച്ചോ കാര്യങ്ങളൊന്നും വർക്കാകാതെ ആവുന്നു. ഇതുവരെയുള്ള യൂസേജിൽ എനിക്ക് ഒറ്റ തവണ പോലും ഡിവൈസ് റീസ്റ്റാർട്ട് ആവുകയോ അല്ലെങ്കിൽ ഫ്രീസ് ആവുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഉപയോഗിക്കുന്ന 16 ആണ്, അവൻ അത് യൂസ് ചെയ്തപ്പം ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. അവൻ്റെ ഡിവൈസ് 2-3 പ്രാവശ്യം അൺഎക്സ്പെക്റ്റഡ്ലി റീസ്റ്റാർട്ടായി. സോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നേരത്തെ മുന്നേയും ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, എല്ലാ ഡിവൈസിലും ഒരേ രീതിയിലല്ല സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒരാൾക്കുള്ള പോലത്തെ അതേ എക്സ്പീരിയൻസ് തന്നെയാണോ എന്നില്ല മറ്റൊരാൾക്ക് ആ ഒരു സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഡിവൈസിൽ റൺ ചെയ്യുമ്പോൾ. സോ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് മൈനർ ബഗ്ഗാണ്, സോഫ്റ്റ്വെയറുമായിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ബാറ്ററി സ്റ്റാറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട് ഞാൻ 90% വരെയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 20% അല്ലെങ്കിൽ 15% ഹിറ്റാകുന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ തന്നെ ഡിവൈസ് ചാർജ് ചെയ്യാനുണ്ടും. മാക്സിമം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഒരു 15% വരെ പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 25% ആകുമ്പം ചാർജ് ചെയ്യാനിടും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മുതൽ എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഡിവൈസ് ഞാൻ ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലും നിങ്ങൾക്ക് കാണാം, എൻ്റെ 16 Proയിലാണ് ഞാൻ ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് 23% ആണ്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്, 10:05. ഈ ഒരു ടൈമിലും എനിക്ക് 23% റിമെയിൻ ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു ഡിവൈസാണ് 16 Pro സീരീസിലെ എല്ലാ ഡിവൈസും, എസ്പെഷ്യലി 16 Pro. കാരണം കഴിഞ്ഞ Pro സീരീസ് 6.1 ഇഞ്ച് അല്ലെങ്കിൽ ചെറിയ വെർഷൻ Pro സീരീസുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. കാരണം 15 ആയിക്കോട്ടെ, 13 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ, ഇതെല്ലാം
ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കുറച്ച് നാളുകൾ കഴിയുമ്പം ശോകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് 16 Pro ആയിട്ട്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് നിങ്ങളൊന്നെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ലാപ്പും കമ്പ്യൂട്ടറും ഉള്ളവരുടെ കാര്യമാണ്. 28-ാം തീയതി ആപ്പിൾ iOS 18.1 അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വീക്കിൽ ആപ്പിളിൻ്റെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.